ഒരു കുട്ടിയിൽ നിന്ന് തെറ്റ് കാണുന്നതെങ്കിൽ, ഉമ്മയാണ് ഒരു കുട്ടിയിൽ നിന്ന് തെറ്റ് കാണുന്നതെങ്കിൽ, ബാപ്പ കണ്ട തെറ്റ് ഉമ്മാനോട് പറയാതെ ബാപ്പ അത് തിരുത്തിയിട്ട് കുട്ടിയെ നന്നാക്കണം. ഉമ്മ കണ്ട തെറ്റ് ഉമ്മ കുട്ടിയെ വിളിച്ച് ഉണർത്തിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് തിരുത്തി നന്നാക്കണം. അത് ഇങ്ങോട്ടും പറയരുത്. എന്താ കാരണം? ഇത് തെറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അല്ല. ഒരു ചെയ്യുന്ന ഒരു തെറ്റ് അതിങ്ങനെ പരക്കെ പറയുമ്പോ ആ തെറ്റിന് പിന്തുണ നൽകിയിട്ട് ആളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, അല്ലേ? ഉണ്ട്, അയാൾ കാത്തിരിക്കുന്നുണ്ട്. അയാൾ പറയും, മുസാലിമാവതങ്ങൾ പറയുന്നു, തെറ്റ് ചെയ്ത ആളെ തെറ്റുകാരനായിട്ട് മുദ്ര കുത്തുന്ന സമയത്ത് അയാളെ കൂടെ ഏറ്റവും കൂടുതൽ അടുപ്പം പ്രാപിച്ചുകൊണ്ടുണ്ടാകുന്നത് ശൈത്താനാണ്. അവൻ പറയും, നിന്നെ ഏതായാലും അങ്ങനെ മുദ്ര കുത്തിയില്ലേ, ഇനി നിനക്ക് രക്ഷയില്ല, നീ അങ്ങനെ തന്നെ ആയിക്കോ എന്ന് പറയും. അതുകൊണ്ടാണത് പ്രസിദ്ധപ്പെടുത്തരുത് എന്ന് പറയാൻ കാരണം. എന്നിട്ട് ഉപദേശിച്ച് നന്നാക്കണം. ആ ഒരു ഉപദേശത്തിന് നല്ല ശൈലിയുണ്ട്. മനസ്സിന് ഇണങ്ങുന്ന രീതിയിലാണ് ഉപദേശിക്കേണ്ടത്. ബാപ്പ ഉമ്മമാർക്ക് ഉണ്ടാകേണ്ട ശൈലിയല്ലേ സഹോദരങ്ങളെ വിട്ടുവീഴ്ച മനോഭാവം. നന്നായി ഉണ്ടാകണം നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം. എന്തിന്? നമ്മുടെ മക്കൾ ഉത്കൃഷ്ടരാകാൻ, സ്വാലിഹീങ്ങളാകാൻ, നന്നായി വരാൻ. സ്വന്തം മക്കളോട് വിട്ടുവീഴ്ച ചെയ്തിട്ട്, സ്വന്തം കുടുംബത്തോട് വിട്ടുവീഴ്ച ചെയ്തിട്ട് നമുക്ക് പരിചയമില്ലെങ്കിൽ പിന്നെ സമൂഹത്തോടെങ്ങനെ വിട്ടുവീഴ്ച വരും? ആലോചിക്കണേ. നമ്മളെ സ്വന്തം കുടുംബത്തോടും സ്വന്തം അഹലുകാരോടും വിട്ടുവീഴ്ച അഡ്ജസ്റ്റ്മെന്റ് മനോഭാവം അല്ലെങ്കിൽ പിന്നെ പുറമക്കാരോട് വരുമോ? പുറത്തുള്ള ഒരാളോട് അങ്ങനെ ഒരു തീരുമാനം, ഒരു അഭിപ്രായം വരുമോ നമ്മളെ മനസ്സിൽ നിന്ന്? നമുക്ക് ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച വേണ്ടത് ആരോടാ? പുറത്തു പറയാത്ത രൂപത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ട് നല്ല സ്വഭാവത്തോടെ പെരുമാറിയിട്ട് മാറ്റേണ്ടത് ആരോടാ? നമ്മുടെ കുടുംബത്തോട്. ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, ബാപ്പ, ഉമ്മ, വല്യപ്പ, വല്യമ്മ അടങ്ങുന്ന കുടുംബം. ഒരു മുറുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കാൻ കഴിയാഞ്ഞാ പിന്നെ എങ്ങനെ സംഗതി നടക്കുക? വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച മനോഭാവം നല്ലോണം ഉണ്ടാകണം. ഏറ്റവും നല്ല സ്വഭാവമായിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉമ്മമാരെ, സഹോദരിമാരെ, ഏറ്റവും നല്ല സ്വഭാവം അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീന അൽ അഫു. മുസ്ലിംകളെ സ്വഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വഭാവം, ഇത്ര പരിവർത്തനത്തിന് പറ്റിയൊരു സ്വഭാവം വേറെയില്ല, വിട്ടുവീഴ്ചയാണ്. എത്ര സങ്കടങ്ങൾ സഹിച്ചുകൊണ്ട് പൂർവികരായ മഹാന്മാര് വിട്ടുവീഴ്ച ചെയ്തു. അവരവരെ കുടുംബങ്ങളെ നന്നാക്കി, എന്നിട്ട് ഉത്കൃഷ്ടരാക്കി, നല്ലവരാക്കി വളർത്തിയെടുത്തു.